2024 മെയ് 1 വ്യാഴം മേടം രാശിയിൽ നിന്നും ഇടവം രാശിയിലേക്ക് രാശി പരിവർത്തനം ചെയ്തതുമായി ബന്ധപ്പെട്ട് മകരക്കൂറുകാരായ ഉത്രാടം 2, 3, 4 പാദങ്ങൾ, തിരുവോണം, അവിട്ടം 1, 2 പാദങ്ങൾ എന്നീ നക്ഷത്രക്കാരെ ഈ വ്യാഴത്തിൻ്റെ രാശിമാറ്റം എങ്ങനെ സ്വാധീനിക്കും എന്നതിനെ സംബന്ധിച്ച എളിയ ജ്യോതിഷ നിഗമനമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. വ്യാഴത്തെപ്പോലെ ഒരു വർഷക്കാലമോ അതിൽ കൂടുതലോ രാശികളിൽ സ്ഥിതി ചെയ്യുന്ന ശനി, രാഹു, കേതുക്കളുടെ സഞ്ചാരം കൊണ്ടുള്ള ചാരവശാലുള്ള ഗുണദോഷങ്ങളും കൂടെ ഇതോടൊപ്പം തന്നെ ഒന്ന് വിശകലനം ചെയ്യുന്നുണ്ട്. ചാരവശാലുള്ള ഈ താൽക്കാലിക ഫലത്തോടൊപ്പം ജാതകവശാലുള്ള ഗുണദോഷങ്ങളും കൂടെ ചിന്തിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തട്ടെ. ജനന സമയത്തെ അടിസ്ഥാനപ്പെടുത്തി തയ്യാറാക്കിയ ജാതകത്തിലെ ദശാവഹാര ചിത്രങ്ങൾ, ഗ്രഹനിലയിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രഹങ്ങളുടെ ഇഷ്ടാനിഷ്ട സ്ഥിതി, ബലവും ബലക്കുറവും എല്ലാം മനസ്സിലാക്കി വേണ്ട പരിഹാരങ്ങളും സമർപ്പണങ്ങളും ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധയൂന്നണം. ജാതക ഫലങ്ങൾ സ്ഥായിയായ ഫലങ്ങളാണ്. മുൻജന്മ കർമ്മഫലങ്ങൾ അനുസരിച്ച് മുൻകൂട്ടി വിധിച്ച ഫലമാകയാൽ കർമ്മശുദ്ധി കൊണ്ടും പ്രായച്ചിത്തം കൊണ്ടും പ്രാർത്ഥനകൾ കൊണ്ടും മാത്രമേ അതിനെ ലഘൂകരിക്കാനോ ഇല്ലാതാക്കാനോ കഴിയൂ എന്നാണ് പൂർവ്വസൂരികൾ പറയുന്നത്. ജാതകത്തിലെ ഗ്രഹനിലയിൽ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങൾ നല്ല ബലത്തോടെ ഇഷ്ടഭാവത്തിൽ ഇഷ്ടസ്ഥിതിയിലാണ് നിൽക്കുന്നതെങ്കിൽ അത്തരക്കാരെ ചാരവശാലുള്ള ദോഷങ്ങൾ തീരെ ബാധിക്കില്ല. മറിച്ച് ജാതകത്തിലെ ഗ്രഹനിലയിൽ ഗ്രഹങ്ങൾ എല്ലാം കൊണ്ടും പിഴച്ചാണ് നിൽക്കുന്നതെങ്കിൽ ചാരവശാൽ ഗുണസമയമാണെങ്കിലും ഗുണാനുഭവങ്ങൾ അനുഭവത്തിൽ കാണാറുമില്ല. ഇത് പൊതുവെ എല്ലാ കൂറുകാരെയും നക്ഷത്രക്കാരെയും ഒരേപോലെ ബാധിക്കുന്ന ജ്യോതിഷപരമായ പ്രാഥമിക അറിവാണ്. നമുക്ക് മകരക്കൂറുകാരെ സംബന്ധിച്ച ചാരവശാലുള്ള ഫലങ്ങളിലേക്ക് വരാം. ഇവരുടെ ജന്മക്കൂറിൻ്റെ അനിഷ്ടസ്ഥാനമായ കണ്ടകസ്ഥാനമായ 4ാം ഭാവമായ മേടത്തിൽ സഞ്ചരിച്ചിരുന്ന മറഞ്ഞ വ്യാഴം 2024 മെയ് 1 മുതൽ ഒരു വർഷക്കാലം ഇഷ്ടസ്ഥാനമായ 5ാം ഭാവമായ ഇടവം രാശിയിൽ അനുഗ്രഹദായകനായി തെളിഞ്ഞു സഞ്ചരിക്കുന്ന ദൈവാനുഗ്രഹം നിറഞ്ഞ സമയമാണ് ഇപ്പോൾ ആഗതമായത്. പൊതുവെ ചാരവശാൽ ജന്മക്കൂറിൻ്റെ 5ൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയം അനുഗ്രഹപ്രദമാണ്. മറ്റു ഗ്രഹങ്ങൾ പിഴച്ചാലും വ്യാഴം പിഴച്ചില്ലെങ്കിൽ അതൊരു ധൈര്യമാണ്. ദൈവാധീനം ഉണ്ടാകുമെന്ന ഉറച്ച ധൈര്യം. ഈ സമയം പൊതുവെ പ്രാർത്ഥനകൾക്ക് ഫലം ഉണ്ടാകുന്ന കാലമാണെന്ന് പറയാറുണ്ട്, പ്രത്യേകിച്ച് ഇഷ്ടദേവതകളുടെ അനുഗ്രഹം. കൂടാതെ ധനലാഭം, വിദ്യാലാഭം, കുടുംബസുഖം, സന്താനലാഭം, സന്താനസുഖം, സ്ത്രീസുഖം, പ്രഭാവം, നിർമ്മല ബുദ്ധി, പൂർവജന്മ പുണ്യം തുടങ്ങി അനേകം നല്ല നല്ല ഫലങ്ങൾ ഈ സമയം പറയേണ്ടതുണ്ട്. ജാതകവശാലായാലും ചാരവശാലായാലും വ്യാഴം പൊതുവെ നന്നായാലും ചീത്തയായാലും കൂടുതൽ അനുഗ്രഹത്തിനും അനുഭവയോഗത്തിനും വ്യാഴാഴ്ച വ്രതവും വിഷ്ണു പ്രീതിയും, കഴിയുന്ന വ്യാഴാഴ്ചകളിലെ വിഷ്ണുക്ഷേത്ര ദർശനവും, നിത്യം നവഗ്രഹങ്ങളെ സ്തുതിച്ച് നമിക്കുന്നതും, നിത്യമുള്ള നാരായണ നമഃശിവായ ജപങ്ങളും എല്ലാ കാലത്തും തുടരണം, നല്ലതാണ്. ജീവിതയാത്രയിൽ ജീവിതസുഖം അനുഗ്രഹിച്ചു നൽകേണ്ട ശനീശ്വരൻ ഇപ്പോൾ ഈ കൂറുകാരുടെ ജന്മക്കൂറിൻ്റെ 2ാം ഭാവമായ കുംഭത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. 7ാം ശനികാലത്തിൻ്റെ അവസാന 3ാം ഘട്ടം അഥവാ അവസാന 2.5 വർഷക്കാലം. 2025 മാർച്ച് 29 വരെ ശനി ഈ രീതിയിൽ തുടരും. 2025 മാർച്ച് അവസാനത്തോടെ ഏറെ കാലമായി മകരക്കൂറുകാരെ പിന്തുടർന്നിരുന്ന 7.5 ശനിക്കാലം പൂർണ്ണമായും അവസാനിക്കും. ഈ കൂറുകാരെ സംബന്ധിച്ച് ഇത് വലിയൊരു ആശ്വാസം തന്നെയാണ്. 7.5 ശനിയുടെ ഈ അവസാന കാലം അനാവശ്യ യാത്ര, രോഗം, ചികിത്സ, അലച്ചിൽ, മാനസിക സംഘർഷം,
കുടുംബപരമായ സ്വരച്ചേർച്ചക്കേട്, ധനനഷ്ടങ്ങൾ, ചിലവ്, വിദ്യാനഷ്ടം, സുഖഹാനി തുടങ്ങിയവ പല രീതിയിലും അനുഭവത്തിൽ വരാൻ സാധ്യതയുണ്ട്. ശനിദോഷം ഉണ്ടായാലും ഇല്ലെങ്കിലും ശനിപ്രീതി ജീവിത സുഖത്തിന് അത്യാവശ്യമായി ഉണ്ടാകേണ്ട ഘടകമാണ്. ശനിയാഴ്ച വ്രതം, ശനിയാഴ്ച ദിവസങ്ങളിലെ ശിവശാസ്താ പ്രാർത്ഥനകൾ, ഭജന, കഴിയുന്ന ശനിയാഴ്ചകളിലെ ശിവശാസ്താക്ഷേത്ര ദർശനം, ദിവസം നവഗ്രഹ സ്തുതി ചൊല്ലി നവഗ്രഹങ്ങളെ നമിക്കുക, പാരമ്പര്യ ധാർമ്മിക കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുക, ജീവികൾക്ക് അന്നദാനം, പഞ്ചാക്ഷരീ ജപം തുടങ്ങിയവയെല്ലാം ശനിപ്രീതിക്ക് ഏറെ ഗുണകരമായ പരിഹാര സമർപ്പണങ്ങളാണ്. കഴിയുന്ന രീതിയിൽ ഇതെല്ലാം തുടരാൻ ശ്രമിക്കണം. കൂടെ ജന്മക്കൂറിൻ്റെ 3-ാം ഭാവമായ മീനത്തിലൂടെ രാഹു സഞ്ചരിക്കുന്നത് ഗുണപ്രദമാണ്. രാഹുപ്രീതിക്കും ധൈര്യത്തിനും വീര്യത്തിനും നാഗദേവതകളുടെ അനുഗ്രഹം ഏറെ നല്ലതാണ്. കഴിയുന്ന സമയങ്ങളിൽ ഇടയ്ക്ക് നാഗക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് പൊതുവെ ആരോഗ്യത്തിനും ബുദ്ധിക്കും സന്തതികൾക്കും നല്ലതാണ്. അതേപോലെ ഇപ്പോൾ കേതു ഇവരുടെ ജന്മക്കൂറിൻ്റെ 9-ാം ഭാവമായ കന്നിയിലൂടെയാണ് സഞ്ചാരം. കേതു 9-ൽ സഞ്ചരിക്കുന്ന കാലം ഗുണദോഷ സമ്മിശ്രമാണ്. ആഗ്രഹങ്ങൾ സഫലമാകും. തന്നിൽ താഴേക്കിടയിലുള്ളവരാൽ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകാം എന്നെല്ലാം പറയുമ്പോൾ കാരണമില്ലാതെ ഭാഗ്യഹാനി, തടസ്സങ്ങൾ വരാതിരിക്കാൻ നിത്യവും ഗണപതിയെയും ചാമുണ്ഡീ ഭാവത്തിലുള്ള ഭദ്രകാളിയെയും ഭജിക്കണം, പ്രാർത്ഥിക്കണം. പൊതുവെ ഇവരെ സംബന്ധിച്ച് വ്യാഴം ചാരവശാൽ 5-ൽ അനുഗ്രഹദായകനായി സഞ്ചരിക്കുന്ന കാലമായതിനാൽ വ്യാഴം ഇടവത്തിൽ സഞ്ചരിക്കുന്ന ഈ ഒരു വർഷക്കാലം പ്രാർത്ഥനകളുടെയും സൽക്കർമ്മങ്ങളുടെയും ഗുണഫലത്താൽ മകരക്കൂറുകാരുടെ ജീവിതത്തിൽ സുഖവും സന്തോഷവും കളിയാടട്ടെ എന്ന പ്രാർത്ഥനയോടെ നന്ദി, നമസ്കാരം.